നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെറുപയർ തോരനാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ 1 കപ്പ് പയർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തു വച്ചിട്ടുള്ളതാണ്. പയർ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. ശേഷം 1/2 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് 8 കൊച്ചുള്ളിയും 5 വറ്റൽമുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ച പയറായതുകൊണ്ട് ഒരു 10-12 മിനിറ്റ് ആയപ്പോഴേക്കും പയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ ചൂടാവാൻ വെച്ച് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചതച്ച് വച്ചിരുന്ന ചെറുള്ളി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഇതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പം ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചിരുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുത്ത് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ചെറുപയർ തോരന് ടേസ്റ്റ് കൂടി വരും. ശേഷം വേവിച്ച് വെച്ചിരുന്ന പയർ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പത്തിനും പുട്ടിനുമൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.